യൂസഫ് ഒരു തെറ്റും ചെയ്തിരുന്നില്ല. അദ്ദേഹം തീർത്തും നിരപരാധിയായിരുന്നു. തെറ്റിദ്ധാരണ കൊണ്ടാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത്. പക്ഷേ അദ്ദേഹം എല്ലാം ക്ഷമയോടെ നേരിട്ടു. ജയിലിൽ കഴിയേണ്ടി വന്ന കാലം ആളുകളെ അള്ളാഹുവിലേക്ക് വിളിക്കുവാനായി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. സ്രഷ്ടാവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും സൃഷ്ടികളോട് അവനുള്ള സ്നേഹത്തെക്കുറിച്ചുമെല്ലാം യൂസഫ് ജയിലിലെ കൂട്ടുകാരോട് സംസാരിച്ചു. ഏകനായ രക്ഷിതാവോ കഴിവും ശേഷിയുമില്ലാത്ത കുറേ വിഗ്രഹങ്ങളോ ഏതാണുത്തമം? അദ്ദേഹം അവരോട് ചോദിക്കുമായിരുന്നു. പ്രപഞ്ച സ്രഷ്ടാവായ ഏകദൈവത്തെ ആരാധിക്കുന്നതല്ലേ ബുദ്ധി? അദ്ദേഹത്തോടൊപ്പം ജയിലിൽ 2 യുവാക്കളുണ്ടായിരുന്നു. ഒരാൾ രാജകൊട്ടാരത്തിലെ മുഖ്യ പാചകക്കാരനായിരുന്നു. രണ്ടാമൻ രാജാവിന് മദ്യം വിളമ്പിയിരുന്ന അടുത്ത സേവകനും. ഇരുവരും ജയിലിൽ വെച്ച് ഓരോ സ്വപ്നം കണ്ടു. പാചകക്കാരൻ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു പക്ഷി അയാളുടെ തലയിൽ നിന്നോ മാംസം കൊത്തിപ്പറിച്ചു കൊണ്ടുപോകുന്ന സ്വപ്നമാണ് കണ്ടത്. സേവകൻ രാജാവിനെ വീണ്ടും മദ്യം വിളമ്പുന്നതായും. രണ്ടുപേരും യൂസുഫിൻ്റെ അടുത്തെത്തി അവരവരുടെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അവയുടെ അർത്ഥമെന്താണെന്ന് ചോദിച്ചു. യൂസുഫ് അല്പനേരം അള്ളാഹുവിനെ ധ്യാനിച്ചു. ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ശേഷം പറഞ്ഞു, പാചകക്കാരൻ അടുത്തു തന്നെ ക്രൂശിക്കപ്പെടുകയും മരിക്കുകയും ചെയ്യും. എന്നാൽ രണ്ടാമൻ ജയിൽ മോചിതനായി ഉടൻ തന്നെ രാജസന്നിധിയിലേക്ക് മടങ്ങും. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയാൽ തന്നെപ്പറ്റി രാജാവിനോട് പറയണമെന്ന് രണ്ടാമനെ ഓർമ്മിപ്പിക്കാനും യൂസുഫ് മറന്നില്ല. ഇവിടെ മർദ്ദിതനും നിരപരാധിയുമായ ഒരു ജയിൽ പുള്ളിയുണ്ട്. പേര് യൂസുഫ്. യൂസുഫിൻ്റെ പ്രവചനം പൂർണ്ണമായും ഫലിച്ചു. പാചകക്കാരൻ വധിക്കപ്പെട്ടു. രാജസേവകൻ കുറ്റവിമുക്തനായി. കൊട്ടാരത്തിലുമെത്തി. എന്നാൽ യൂസുഫിൻ്റെ കാര്യം രാജാവിനോട് പറയാൻ അയാൾ മറന്നുപോയിരുന്നു. പിശാച് അയാളുടെ ഓർമ്മ നശിപ്പിച്ചതാവാം. യൂസുഫ് വർഷങ്ങളോളം തടവിൽ കഴിഞ്ഞു. പതിവ് പോലെ അന്നും വളരെ വൈകിയാണ് രാജാവ് ഉറങ്ങാൻ കിടന്നത്. എന്നാൽ പതിവിനു വിപരീതമായി രാവിലെ നേരത്തെ ഉണരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മുഖം വിളറിയിരുന്നു. കാരണം ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. തടിച്ച 7 പശുക്കൾ നൈലിൻ്റെ തീരത്തു മേയുന്നു. പെട്ടെന്ന് മെലിഞ്ഞ 7 പശുക്കൾ അവിടെയെത്തി. അവ തടിച്ച 7 പശുക്കളെയും പിടിച്ചു തിന്നുകളഞ്ഞു. ഇതായിരുന്നു സ്വപ്നം. എത്ര ആലോചിച്ചിട്ടും ഈ സ്വപ്നത്തിൻ്റെ പൊരുളെന്തെന്ന് രാജാവിനു പിടികിട്ടിയില്ല. അദ്ദേഹം അസ്വസ്ഥനായി. പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും സ്വപ്ന വ്യാഖ്യാതാക്കളെയും മറ്റും വിളിച്ചു വരുത്തി. ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ഇത് അർത്ഥമില്ലാത്ത പാഴ്ക്കിനാവാണെന്ന് പറഞ്ഞ് അവരെല്ലാം തടിതപ്പി. ഈ സമയത്താണ് രാജാവിൻ്റെ സേവകന് യൂസുഫിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ജയിലിൽ വെച്ച് കിറുകൃത്യമായി സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചിരുന്ന ഭക്തനായ യൂസുഫിനെക്കുറിച്ച് അയാൾ രാജാവിനോട് പറഞ്ഞു. രാജാവ് ഉടൻ തന്നെ തൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിഞ്ഞു വരാൻ യൂസുഫിൻ്റെ അടുത്തേക്ക് ആളെ വിട്ടു. വന്നയാളോട് യൂസുഫ് പറഞ്ഞു, ഈജിപ്തിൽ ക്ഷേമസമ്പൂർണമായ 7 വർഷങ്ങൾ വരാൻ പോകുന്നു. അതു കഴിഞ്ഞു ഈജിപ്തിൻ്റെ ധാന്യശേഖരങ്ങളെല്ലാം തിന്നു തീർക്കുന്ന 7 ക്ഷാമവർഷങ്ങളും വരാനിരിക്കുന്നു. അതും കഴിഞ്ഞാൽ വീണ്ടും ഐശ്വര്യത്തിൻ്റെ നാളുകൾ വരും. അതുകൊണ്ട് ഇനി വരുന്ന 7 വർഷം കരുതലോടെ നീങ്ങിയാൽ അത് കഴിഞ്ഞുള്ള ക്ഷാമവർഷത്തെ പ്രയാസങ്ങളെ മറികടക്കാനാവും. യൂസുഫിൻ്റെ മറുപടിയുമായി രാജദൂതൻ കൊട്ടാരത്തിലെത്തി. രാജാവിനുണ്ടായ സന്തോഷത്തിന് അതിരില്ല. യൂസുഫിനെ ഉടൻ തന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. പക്ഷേ തൻ്റെ നിരപരാധിത്വം പരസ്യമായി പ്രഖ്യാപിക്കാതെ ജയിലിൽ നിന്ന് പുറത്തു വരാൻ യൂസുഫ് തയ്യാറായില്ല. രാജാവ് അതിനും സന്നദ്ധനായി. യൂസുഫ് തീർത്തും നിരപരാധിയാണെന്ന് അദ്ദേഹം മാലോകർക്കു മുമ്പിൽ പരസ്യമായി പ്രഖ്യാപിച്ചു.